കൊച്ചിയിൽ എയ്ഡ്സ് രോഗം HIV ഇപ്പോൾ ഒരുപാട് വർദ്ധിച്ചു വരുന്നതായിട്ട് ന്യൂസുകൾ വരുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, പഠിക്കുന്ന കുട്ടികളുള്ള, പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള മാതാപിതാക്കന്മാർ, നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താ അറിയുക, ഉപദേശമായിട്ട് വരുന്നതല്ല, ഇതൊരു ഉപദേശമായിട്ട് കണക്ക് കൂട്ടണ്ട. ഈ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമായിരിക്കും എന്ന് പറയുന്ന സത്യമാണ്. പക്ഷേ അത് സ്വന്തം അമ്മയ്ക്കാണെങ്കിൽ താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇൻസ്റ്റാ പോലുള്ള കാര്യങ്ങളിൽ പിള്ളേർ ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിള്ളേർ എവിടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ സ്കൂളിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ തന്നെ പോകുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾ ശരിക്കും ഒന്ന് അന്വേഷിക്കണം. ഞാൻ പറയുന്നത് പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ. മുതിർന്ന കുട്ടികൾക്ക്, മുതിർന്ന ആളുകൾക്ക് അവർ സ്വാതന്ത്ര്യം നമ്മുടെ ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്ത് സ്വാതന്ത്ര്യവും ഉണ്ട്. അത് മറ്റുള്ളവന് ഉപദ്രവമില്ലാത്ത രീതിയിൽ എന്തും, പിന്നെ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് പോകാം, വരാം, ആരെ വേണമെങ്കിലും കാണാം. അതിന് ഇപ്പോൾ അത് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളെ കുറിച്ചാണ്. അവരുടെ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം, അവരെവിടെ പോകുന്നുണ്ടെന്നും അല്ലെങ്കിൽ ആരെയാണ് കാണുന്നതെന്നും. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയകളിൽ ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നതെന്നും ആരോടൊക്കെ സംസാരിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ മാതാപിതാക്കന്മാർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ കണ്ണീര് കുടിക്കേണ്ടതായിട്ട് വരില്ല. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളുടെ അമ്മമാരോടാണ്. ഈ ലോകം മുഴുവൻ, ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും തട്ടുകേട് പറ്റിക്കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നിങ്ങളെയായിരിക്കും ക്രൂശിക്കുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്തക്കുറവാണെന്നേ പറയുള്ളൂ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നിങ്ങളൊരു കാര്യത്തിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൾ എവിടെ പോകുന്നു, ആരെ കാണുന്നു, എന്ത് ചെയ്യുന്നു, മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ പാതിരാത്രി വരെ ഇരുന്ന് കുത്തിയിരുന്ന് അവർ ഓരോ റീൽസുകൾ കാണുമ്പോൾ അത് റീൽസ് തന്നെ കാണുവാണോ എന്ന് കൺഫേം ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുക, അവരുറങ്ങുന്നത് വരെ. കാരണം അത് ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. അല്ലെങ്കിൽ എൻ്റെ മോൾ അങ്ങനെ പോയില്ല, അല്ലെങ്കിൽ എൻ്റെ മോൻ അങ്ങനെ പോയില്ല എന്ന് കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ടൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ പോകരുത്. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ പെട്ടെന്ന്, പിന്നെ എന്താ പറയുക, ഒരു ദുരന്ത വാർത്ത കേൾക്കേണ്ടത് അല്ലെങ്കിൽ വിഷമിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ എവിടെ പോകുന്നു, നിങ്ങളുടെ മക്കൾ ആരെയാണ് കാണുന്നത്, നിങ്ങളുടെ മക്കൾ ആരെയാണ് ചാറ്റ് ചെയ്യുന്നത്, സ്കൂളിൽ തന്നെ പോകുന്നുണ്ടോ, പഠിക്കാൻ പോകുന്നുണ്ടോ, അനാവശ്യ കൂട്ടുകെട്ടുണ്ടോ, ഇതൊക്കെ കൃത്യമായി അന്വേഷിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലഘട്ടമല്ല. പണ്ടത്തെ ആ നിഷ്കളങ്കതയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ലവ് ലെറ്റർ കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി. ലവ് ലെറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, പേപ്പറും പേന എടുത്ത് ആരും കാണാതെ കുത്തിയിരുന്ന് എഴുതി, പിന്നെ ഇത് ആ കൈകളിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ വലിയൊരു എവിഡൻസ് ആണ്. ആ കുട്ടിക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് വീട്ടിൽ ചെന്ന് കൊണ്ട് കൊടുക്കുന്നു, വീട്ടറിയുന്നു, ഇവന് തല്ലി കിട്ടുന്നു. അതൊക്കെ ഒരു കാലഘട്ടം. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് ഇൻസ്റ്റ വഴി ചാറ്റ് ചെയ്താലോ അല്ലെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ പറയുകയോ ഫോട്ടോസ് അയച്ചു കൊടുക്കുകയോ വീഡിയോസ്